ഹലോ നമസ്കാരം. അമ്പിളി ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ടാണ് കേട്ടോ. ഇത് ഒരു ബിസ്ക്കറ്റ് കളറ് ചുരിദാറാണിത്. നമുക്ക് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാം കേട്ടോ. ഇതിൽ ഞാൻ ചെയ്തു കൊടുക്കാൻ പോകുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് കേട്ടോ. നമ്മളിവിടെ ഒരു പിക്ചർ വരച്ചു കൊടുക്കണം. ഒരു കുത്തെടുത്ത് അതിന് ചുറ്റും റൗണ്ടാണ് വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഞാൻ ഇവിടെ പേന കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, പെൻസിൽ കൊണ്ട് ഒരു റൗണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും പിക്ചർ വരയ്ക്കുമ്പോൾ പേന കൊണ്ടാണോ പെൻസിൽ കൊണ്ടാണോ വരയ്ക്കുന്നതെങ്കിൽ അത് കവർ ചെയ്ത് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ ആ കളറ് പേനയുടെ കളർ അവിടെ നിൽക്കും. ഞാൻ പേന കൊണ്ട് വരച്ചു കൊടുക്കാൻ കാരണം തുന്നി വരുമ്പോൾ നമ്മളത് കവർ ചെയ്ത് പോണത് കൊണ്ടാണ് കേട്ടോ. നമുക്ക് ബട്ടൺ ഹോള് സ്റ്റിച്ച് ഇതിൽ ചെയ്തു കൊടുക്കാം. ഓൾറെഡി ഞാൻ ഇതിൽ 2 പിക്ചർ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ഓണക്കല്ല വരണത്, നല്ല അടിപൊളി നിറച്ചും ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തു കൊടുക്കാമെന്ന് തോന്നി. ബട്ടൺ ഹോൾ സ്റ്റിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, അത് നോക്കാം. വളരെ എളുപ്പമുള്ളൊരു സ്റ്റിച്ചാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബട്ടൺ ഹോൾ അല്ലാതെ ചെയ്തു കൊടുക്കാം. ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്യുക കേട്ടോ. നല്ല ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്റ്റിച്ചും ചെയ്യാം. എനിക്ക് അത്ര ക്ഷമയിലെത്തുകൊണ്ട് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ച് എന്നുള്ള രീതിയിലാണ് കേട്ടോ ബട്ടൺ ഹോള് സ്റ്റിച്ച് ചെയ്തത്. പിന്നെ ഓൾറെഡി ഞാനിതിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇനി അത് മാറ്റണ്ടെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലേസി ഡേസിയും ചെയ്യാം കേട്ടോ. നല്ല സ്റ്റിച്ചാണത്, നല്ല എളുപ്പത്തിലും ചെയ്യാം. സ്പൈഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബട്ടൺ ഹോൾ സ്റ്റിച്ച് നമുക്ക് അടുപ്പിച്ചും ചെയ്യാം, അകത്തിയും ചെയ്യാം കേട്ടോ. ഞാൻ മുൻപ് ചെയ്ത് കൊടുത്തത് നല്ല അടുപ്പിച്ചാണ് ചെയ്ത് കൊടുത്തിരുന്നത്. ഇത് കുറച്ച് അകത്തിട്ട് അല്ലെങ്കിൽ അടുപ്പിച്ച് ചെയ്യാം കേട്ടോ. അടുപ്പിച്ച് ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും, ഇതിനേക്കാളും ഭംഗിയുണ്ടാവും ചെയ്യും. ഇത്രയേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. ഇത് ചെയ്ത ശേഷം ഇതിൻ്റെ നടുവിൽ നമുക്കൊരു ഇതുപോലത്തെ ഒരു പേള് വെച്ച് കൊടുക്കാം കേട്ടോ. പേളിൻ്റെ മണി മുത്ത്. ഇപ്പം നല്ല ഭംഗിയാണ് കാണാൻ. അതിൽ ഞാൻ ഫുള്ളും ചെയ്തിട്ടുണ്ട്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പഴയൊരു ചുരിദാർ എടുത്തിട്ട് നമുക്കത് പുത്ത പോലെയൊക്കെ എടുക്കാം. അധികം സമയമൊന്നും വേണ്ട, ഒന്നും മെനക്കെട്ട നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റണ സ്റ്റിച്ചാണ് കേട്ടോ ബട്ടൺ ഹോള്. ഏത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നൂല് കെട്ടാവാതെ നോക്കുക കേട്ടോ. കുത്തിയിറക്കുമ്പോൾ കെട്ടിട്ട ഭാഗം മാറ്റിയ ശേഷം കുത്തിയിറക്കുക കേട്ടോ. അല്ലെങ്കിൽ അവിടെ താഴെ കെട്ടാവാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഒരു സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് വളരെ കുറച്ച് സമയം എടുക്കണുള്ളൂ. അങ്ങനെ ഒരു ചുരിദാറിൽ നമ്മൾ അടയാളപ്പെടുത്തിയ സ്ഥലത്തൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ കഴുത്തിന് മാത്രമാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഇത് ഈ സ്റ്റിച്ച് നല്ല കുട്ടി ഉടുപ്പൊക്കെ ഇല്ലേ, ഉണ്ണികളുടെ ഉടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ. അവർക്കിട്ടാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ. ഇതിൻ്റെ മുകളിൽ നമുക്കിതുപോലെ ഒരു മുത്ത് കൂടെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കാണാം. അടുത്തതൊരു പെയിൻറ്റിങ് ക്ലാസ്സാണ് കേട്ടോ. അതുവരേക്കും ബായ്.